ഒന്ന് തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ദൈവം ഒരു മനുഷ്യനെ ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നും ശുദ്ധിയുള്ളവനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ മനുഷ്യൻ മലിനനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യൻ ശുദ്ധിയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് സാത്താൻ മനുഷ്യൻ മലിനനായിരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നാം കാണുന്നത്, മനുഷ്യനെ ശുദ്ധിയുള്ളവനായാൽ അവൻ ശുദ്ധിയുള്ളവനായിരിക്കുന്നുവെങ്കിൽ അവനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. അതുപോലെ മനുഷ്യൻ അശുദ്ധനായിരിക്കുന്നുവെങ്കിൽ അവന് ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താന് ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ആ, തൻ്റെ സഭയെ പഠിപ്പിക്കുന്നത്. ഇതിൽ വിശദീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, മലിനപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് 2 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിനെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇവിടെ വചനത്തിൽ വായിച്ചു കേൾക്കാൻ ഇടയായി തീർന്നത്, ഒരു വലിയ വീട്ടിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും മണ്ണുകൊണ്ടും ഇരുമ്പ് കൊണ്ടും അങ്ങനെ അനവധി തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ട്. ഇതിൽ പൊന്നുകൊണ്ടുള്ളവ, വെള്ളി കൊണ്ടുള്ളവ എന്നൊക്കെ പറയുന്നത് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്കും, മറ്റ് പാത്രങ്ങൾ ആ, കുറഞ്ഞ അളവിൽ വിശുദ്ധി വേണ്ട ആവശ്യങ്ങൾക്കും, മറ്റു ചിലത് ഹീന കാര്യങ്ങൾക്കും ഉപയോഗിക്കുവാനിടയായി തീരും. എന്നാൽ ഒരു മനുഷ്യൻ പൊന്നുകൊണ്ടുള്ള പാത്രം പോലെ ആയി തീരാൻ അവന് കഴിയും. ഒരിക്കലും ഒരു പൊന്നുകൊണ്ടുള്ള പാത്രം ആരും ബാത്റൂമിൽ കൊണ്ടുവയ്ക്കില്ല, പുറത്ത് അലക്ഷ്യമായിട്ടിട്ടിരിക്കുകയില്ല. അതിനെ ഭക്ഷണം കഴിക്കുന്ന അവൻ്റെ മേശയുടെ പുറത്തോ അത്രമാത്രം വില കൂടിയ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള അറകളിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഉപയോഗം. ഇതുപോലെ സ്വർണം, വെള്ളി എന്നീ പാത്രങ്ങൾ പോലെ ഒരു ഭവനത്തിൽ ഇങ്ങനെയുള്ള ഏറ്റവും വില കൂടിയ പാത്രങ്ങൾ പോലെ ദൈവത്തിന് മുമ്പായി ആയിത്തീരുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവയെ വിട്ടകന്ന്. ദൈവം തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിനെ നാമം വച്ചിരിക്കുന്നവൻ സകല അനീതിയും വിട്ടകന്നു കൊള്ളട്ടെ. അപ്പൊ സകല അനീതിയും വിട്ടകന്ന് കർത്താവിന്റെ നാമത്തെ ഉച്ചരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതവൻ ദൈവത്തിന്റെ ഭവനത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ പാത്രവും വെള്ളി കൊണ്ടുണ്ടാക്കിയ പാത്രവും പോലെ അത്ര വിലയേറിയതായിരിക്കും. അവനെ ഉപയോഗിക്കുന്നതും അത്ര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. മനുഷ്യൻ അനീതി വിട്ടകന്ന് ജീവിക്കുന്ന അവസരത്തിൽ ഒരു പക്ഷെ അവനെ ആരും ശ്രദ്ധിച്ചില്ലെന്ന് വരും. അവനെ ആർക്കും അതിനെ ഗണ്യമാകത്തക്കവണ്ണം ഒന്നും അവനിൽ കണ്ടില്ല എന്നും വരും. എന്നാൽ സകലതും കാണുന്ന ദൈവം അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് ശുദ്ധീകരണവും സകല അനീതിയും വിട്ട് അകലുന്നതും അവൻ്റെ ജീവിത ധർമ്മമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന ജീവിതങ്ങളുണ്ട്. മറ്റുള്ളവർ എന്ത് പറയുന്നുവോ,
മറ്റുള്ളവർ എന്ത് തന്നോട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്ക് വിഷയമല്ല. അവൻ അവരുടെ ജീവിതം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഞാൻ ചെയ്തത് മേലാലും ചെയ്യും. അത്രമാത്രം സമർപ്പണത്തിലും ദൈവത്തോടുള്ള ഭക്തിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരെല്ലാം ഒരു ദിവസം മാനിക്കപ്പെടും. അതിന് കർത്താവ് കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏറ്റവും ആദ്യമേ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റവനാണ്. സ്നാനമേൽക്കാനായിട്ട് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ യേശു എന്നപ്പോൾ, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് യോഹന്നാൻ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. ഇത് നിവർത്തിക്കണം, അത് ചെയ്തേ പറ്റൂ. അങ്ങനെ അവിടെ നിന്ന് യോഹന്നാന്റെ സ്നാനം ഏൽക്കുമ്പോൾ ആ സമയത്ത് മുതൽ സാക്ഷിയായിരുന്ന ഒരാളുണ്ട്. ഒന്നല്ല, പലരും ഉണ്ട്. അതിൽ ഒരാളാണ് മത്തിയാസ് എന്ന് പറയുന്ന ഒരാൾ. ഈ മത്തിയാസ് ഈ യേശു സ്നാനപ്പെടുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കണ്ട് യേശുവിനോടുകൂടെ ജീവിതം നയിച്ചു. യേശുവിനോടുകൂടെ ഈ പ്രവൃത്തികളിലെല്ലാം സാക്ഷിയായി അവൻ്റെ ശിഷ്യനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ കഴിഞ്ഞു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടം വന്നപ്പോഴേക്കും കാൽവരിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ ശിഷ്യന്മാർ ചിതറി. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഒരുമിച്ച് കൂടി. കർത്താവായ യേശു മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗാരോഹണം ചെയ്തു വീണ്ടും ഭൂമിയിൽ വന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ ഉള്ളിടത്ത് സംഭവിക്കുമ്പോൾ യേശുവിനോടൊപ്പവും അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരോടൊപ്പവും ഇതിന് സാക്ഷിയായിട്ടുണ്ടായിരുന്ന ഒരാളാണ് മത്തിയാസ്. മത്തിയാസിന് എന്ത് പ്രശംസിക്കാനുള്ളൂ? യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്. ആ 12 ശിഷ്യന്മാരിൽ ഒരാൾ താനല്ല. ആ സ്ഥാനമൊക്കെ തികഞ്ഞു പോയി. പക്ഷേ മത്തിയാസ് വിശ്വസ്തമായിട്ട് നിന്നു. ഒടുവിൽ യൂദാ കർത്താവിന് ഒറ്റുകൊടുത്തു. അവൻ്റെ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ഗ്യാപ്പുണ്ട്, ഒരു ഒഴിവുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് ഒരു ഒഴിവ് കിടക്കുകയാണ്. ഈ ഒഴിവിലേക്ക് ആരെ എടുക്കും? അങ്ങനെ നോക്കിയപ്പോൾ അവർ ശിഷ്യന്മാരിൽ മറ്റുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്നതിന് ശേഷം അവർ ചിന്തിച്ചു. എവിടെ മുതൽ? യോഹന്നാന്റെ സ്നാനം മുതൽ, യേശുവിനെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയ നാൾ മുതൽ യേശുവിൻ്റെ പ്രവൃത്തിയും ശിഷ്യന്മാരുടെ പ്രവൃത്തികളും അതിലേക്കെല്ലാം പങ്കും കൊണ്ട് സാക്ഷിയായിരുന്ന ആളുകളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നടന്ന വിശ്വസ്തന്മാരിൽ അവരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 2 പേരെ തിരഞ്ഞെടുത്തു. 2 പേരെ കിട്ടി. ആ 2 പേര്, ഒന്ന് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളും ഒന്ന് മത്തിയാസ് എന്ന് പറഞ്ഞ ഒരാളും. ഇവർ 2 പേരും അന്ന് മുതലേ ഉണ്ടായിരുന്നതാണ്. ഈ 2 പേര് ഒരുപോലെ വന്നപ്പോഴേക്കും ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ കർത്താവേ, യൂദാ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ഇവരിൽ ആരെയാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഒരാൾ 12 അപ്പോസ്തലന്മാരിൽ ഒരു ഗ്യാപ്പാണ് ഉള്ളത്. ആ ഗ്യാപ്പ് നികത്താനായിട്ട് ഒരാൾ വേണം. ഇവർ 2 പേരുണ്ട്. ഇവർ 2 പേരുടെയും ജീവിതം ഇവർക്ക് ശിഷ്യന്മാർക്കും സഭയ്ക്കും സമ്മതമാണ്. ഇതിൽ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ ഇവർക്ക് 2 പേർക്കും ചീട്ടിട്ടു. യോസഫിനും മത്തിയാസിനും ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീണു. അങ്ങനെ മത്തിയാസിനെ 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ട് എണ്ണുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു ഭവനത്തിൽ വിവിധമായ പാത്രങ്ങൾ ഉള്ളതുപോലെയാണ് ദൈവരാജ്യത്തിലും ദൈവത്തിൻ്റെ ഭവനത്തിലും പലതരത്തിലുള്ള പാത്രങ്ങളാണ്. അതിൽ ഓരോ പാത്രങ്ങൾ, വെള്ളിയുടെ പാത്രം ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ട്, മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ട്. മൺപാത്രങ്ങളിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ട്. സ്വർണ്ണപാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വിവിധമായ തലങ്ങളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, ഈ പാത്രത്തിൽ ഏതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കേണ്ടത് എന്ന് ചിന്തിക്കണ്ട. ആരും അതിനു വേണ്ടിയിട്ട് ഓടുകയും വേണ്ട. പിന്നെയോ,
സകല അനീതിയും വിട്ടകന്ന് കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിച്ചാൽ, അതായത് കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിക്കുന്നവൻ ആ, തന്നെത്താൻ സൂക്ഷിച്ച് യാതൊരു അനീതിയും ചെയ്യാതിരിക്കുന്നുവെങ്കിൽ, ആ, നമ്മളിപ്പോൾ വായിച്ച വചനപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വർണത്തിൻ്റെ പാത്രം പോയിട്ട് തന്നെ അവൻ ഉപയോഗിക്കപ്പെടും. അത് അങ്ങ് അത്രയ്ക്ക് വെടിപ്പായിട്ടിരിക്കുന്ന ആ പാത്രത്തെ ഒരിക്കലും ഒരു ഹീനകാര്യത്തിന് ദൈവം വിട്ടുകൊടുക്കില്ല. ദൈവം ആ തക്ക സമയത്ത് അതിനെ എടുത്ത് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിവിടെ ഈ മത്യാസിൻ്റെ ചരിത്രം വായിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, നാം എല്ലാവരും കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിക്കുന്നവരാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ്. ഇന്ന് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും അവൻ്റെ നാമത്തിൽ ചെയ്യുന്നവരാണ്. അവൻ്റെ നാമം നമ്മൾ മഹത്വമെടുക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ സകല ആ, സകല നമ്മുടെ നന്മകളും ആ നാമത്തെ കേന്ദ്രീകരിച്ചായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, ഇത്രയും സൂക്ഷ്മതയോടെ മുമ്പോട്ട് പോകുമ്പോൾ യാതൊരു അനീതിയുമില്ലാതെ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിന് വിലപ്പെട്ടതാണ്. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ദിനംപ്രതി ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീതിയില്ല എങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം എവിടെ എത്തുമെന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല, ഒരു മനുഷ്യനും. കാരണം വചനം പറയുന്നത്, യേശു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാൻ. അത്ര ശ്രേഷ്ഠമായിട്ട് പദവിയിലേക്കായിരിക്കും അവൻ പോകുന്നത്. കാരണം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ, ഒരു പാത്രം എടുക്കുക, അവിടെ നിന്ന് ഇത്തിരി ഒരു 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 പാത്രം എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണം, വെള്ളം കോരണം. അതിന് സ്വർണ്ണപാത്രം എടുക്കില്ല. അതിനെടുക്കണമെങ്കിൽ അത്ര പവിത്രമായിട്ടുള്ള, സ്വർണത്തിൻ്റെ പാത്രം എടുക്കണമെങ്കിൽ അത്ര പവിത്രമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എടുക്കേണ്ടത്. ഒരിക്കൽ അന്ത്യോക്യ സഭയിൽ ചില ദുരുപദേശങ്ങൾ വരാനിടയായി തീർന്നു. അത് എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതമെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോസ്തലന്മാരെല്ലാവരും കൂടി രണ്ടുപേരെ അയക്കാൻ തീരുമാനിച്ചു. അയച്ചവരാണ് പൗലോസും ബർന്നബാസും. പൗലോസും ബർന്നബാസും അത് കഴിഞ്ഞതിന് ശേഷം അവർ എഴുതിയിരിക്കുന്ന എഴുത്താണ്. ഇവർ ചെന്ന് അന്ത്യോക്യ സഭയിലെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് അന്ത്യോക്യ സഭയ്ക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇവരെ അയക്കുന്നത്. അയക്കുമ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. പൗലോസും ബർന്നബാസിൻ്റെയും പ്രത്യേകത ഏതാണ്? അവർ കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിക്കുന്നു മാത്രമല്ല, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരാണ്. മരണത്തിന് തക്ക അവസരം വന്നിട്ടും അവരിൽ നിന്ന് അനീതി ഉണ്ടായില്ലെന്ന്. ആ പാത്രങ്ങൾ എങ്ങനെയായിരിക്കും? ഇന്ന് അന്ത്യോക്യ സഭയിൽ തർക്കങ്ങൾ, കലക്കങ്ങൾ നടക്കുക. അപ്പോസ്തലന്മാരുടെ കൽപ്പന കൂടാതെ മറ്റു ചിലർ വന്ന് സഭയിൽ കലക്കം ഉണ്ടാക്കാൻ വേണ്ടി ദുരുപദേശം പറഞ്ഞു. അതിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി ആളെ അയക്കുക. അത് പോകുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? അത്ര ശ്രേഷ്ഠമായിട്ടുള്ള പാത്രങ്ങളായിരിക്കണം പോകേണ്ടത്. ആ സമയത്താണ് ഇതിൻ്റെയൊക്കെ വിലയറിയുന്നത്. അവരെ വിളിച്ചു, പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചതിന് ശേഷം അവർക്ക് എഴുത്ത് കൊടുത്ത് അയക്കുക, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ 2 പുരുഷന്മാരെ അയക്കുകയാണ്. പൗലോസിനെയും ബർന്നബാസിനെയും അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരാണ്. അവരവിടെ ചെന്നു, ഈ എഴുത്ത് വായിച്ചു, എല്ലാവർക്കും ആശ്വാസമായി, കലക്കം തീർന്നു, സന്തോഷമായി. ഇതാണ് ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠമായ പാത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ തന്നെ ഹീനമായ പാത്രങ്ങളും ഉണ്ട്, അത് അതിനു വേണ്ടി ഉപയോഗിക്കും. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, അനീതി വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കി നാമത്തെ ഉച്ചരിക്കുന്നവൻ, അവൻ ഏത് പാത്രമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർണം, വെള്ളി മുതലായ ശ്രേഷ്ഠമായിട്ടുള്ള പാത്രങ്ങളിൽ ഒന്നായി അവൻ തീരുകയും ഉടയവൻ അർഹിക്കുന്ന തരത്തിൽ ആ പാത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും.